അശോകേട്ടാ, അശോകേട്ടൻ്റെ ഒരു സ്റ്റൈൽ എപ്പോഴും ഭയങ്കര യുണീക്കായിട്ട് നമ്മൾ എല്ലാവരും കാണുന്നതാണ്. അത് സ്വന്തമായിട്ട് ഓക്കെ, ഞാൻ കുറച്ച് എല്ലാവരും കാണിക്കുന്നതിനേക്കാളും ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരുന്നാലേ ശ്രദ്ധിക്കപ്പെടൂ അങ്ങനെ വിചാരിച്ച് ഉണ്ടാക്കിയെടുത്താണ്, അത് മുന്നേ അങ്ങനെ ഒരു യുണീക്നെസ് ഉള്ളതാണോ? ആ ഒരു സാധനം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്? ഞാൻ ഉണ്ടാക്കിയെടുത്തൊന്നുമല്ല, അത് നമ്മള് സ്റ്റേജ് ചെയ്യുമ്പോൾ തുടങ്ങിയ ആ ഒരു സ്റ്റൈലാണ്. പിന്നെ സിനിമയിൽ വന്നപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഫോളോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ചേട്ടനൊരു ബ്രേക്ക് എന്ന പടമല്ല മറ്റേ പാർവതി പരിണയം, അതിനകത്ത് അമ്മ 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 അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിബു ചക്രവർത്തി എഴുതിയിട്ട് PG വിശ്വനാഥൻ സാറ് ഡയറക്റ്റ് ചെയ്തൊരു പടം. അപ്പൊ ആ പടത്തിൽ ഇങ്ങനെ ഒരു ഭിക്ഷക്കാരനായിട്ട് അഭിനയിക്കണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഇതേ സമയത്ത് തന്നെ ഞാൻ ഗുരുവായൂർ ചാവക്കാടായിട്ട് ദിലീപ് ഒക്കെ ആയിട്ട് ഒരു പടം ചെയ്യുന്നുണ്ട്. അതിൽ കുറേ സീനുണ്ട്. ഇവിടുന്ന് പോയാൽ ഇവിടുന്ന് ചിലപ്പോൾ ഇല്ലാതായി പോകും എന്നുള്ളൊരു പേടി കൊടുത്തിട്ട് ഞാനത് ദിലീപിനോട് അതിൽ വിളിച്ചിരുന്നു പോലെ പോണം ചേട്ടാ പോണം അതിന് തന്നെ. അത് 2-3 സീനുള്ളൂ ദിലീപേ, അത് പറ്റില്ല, അത് പോകണം, നല്ല ക്യാരക്ടറാണ്, അത് നല്ല രസമാണ്, അത് പടമായിട്ട് നല്ല കഥയുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു ക്യാരക്ടർ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയി. ദിലീപിൻ്റെ ഒരു നിർബന്ധം കൊണ്ട് പോയത് സത്യം പറഞ്ഞാലും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വിശ്വനാഥൻ സാറ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, ക്യാരക്ടറെ വിശദീകരിച്ച് ഒരു ഭിക്ഷക്കാരനാണ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതുള്ളൂ ഡയലോഗ് എന്ന് പറഞ്ഞു, ഇത് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഞാൻ അഡീഷണൽ പറഞ്ഞോട്ടെ, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, മെഡ്രാസിൽ വന്ന് ഡബ് ചെയ്ത് തന്നെ, ഇതാണ് കണ്ടീഷൻ. അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ബസിലിക്ക പള്ളി എന്ന പള്ളിയുടെ മുമ്പിൽ എപ്പോഴും ഒരു ഭിക്ഷക്കാരൻ കിടക്കും, സന്ധ്യാവും തന്നെ ഭിക്ഷക്കാരൻ കിടക്കും. അയാൾ എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു, ആ ഭിക്ഷക്കാരൻ. അതാണ് കയറി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, ഈ പാവപ്പെട്ടവൻ എന്തെങ്കിലും തരണേ, അമ്മ 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 അമ്മോ. ഫുൾ നമ്പ്യാതിരായിരുന്നു ക്യാമറ. പുള്ളി ചിരിച്ചിട്ട് അത് വിറച്ചു, വിശ്വനാഥൻ ചേട്ടൻ മതിലെ പിടിച്ചിരുന്ന് ചിരിക്കുകയാണ്. ഈസ്റ്റ്മാൻ ആണ് ചേട്ടൻ പ്രൊഡ്യൂസർ, പൂഴി മടലാണ് അവിടെ. പുള്ളി ഒരു സ്റ്റീൽ ചെയർമെന്ന് വീണു. ഫുൾ കയ്യടി അവിടെ ആൾക്കാർ ഈ ഡയലോഗില്, കാരണം അത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഡയലോഗാണ്. ഞാൻ പറഞ്ഞു എനിക്കെന്നും ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു അവാർഡാണത്. ആ സീൻ അങ്ങനെ അവിടെ നിന്ന് റീടേക്ക് ചെയ്ത് 12 സീനാക്കി ഡെവലപ്പ് ചെയ്ത് ക്ലൈമാക്സ് വരെ കൊണ്ട്. നമുക്ക് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ സീൻ ഒന്ന് കാണാം. യെസ് യെസ്. കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും തരടേ, അമ്മ അമ്മോ അമ്മ അമ്മ അമ്മോ, അമ്മച്ചേ കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും തരടേ, അമ്മ അമ്മോ അമ്മ അമ്മുമ്മോ, ചില്ലറയില്ലേ ചില്ലറ തരാം, ഒരു ആൻറ്റിക്കാപ്പിടാണ് ദൈവമേ, അമ്മോ ചില്ലറയിലേക്ക് അങ്ങോട്ട് തരാം. യെസ്, അതാ ഞാൻ പറഞ്ഞത് അശോകേട്ടാ, ഈ ഒരു യുണീക്നെസ് ഉണ്ടല്ലോ, ഈ ഒരു പാട്ടിന്റെ ഒരു ടച്ച് മേ ബി ഇത് ഹിറ്റ് ആയപ്പോഴാണോ അശോകേട്ടന് തോന്നി ഓക്കെ ആ ഒരു സാധനം കൊള്ളാം, അതിൽ പിടിച്ചു പോവാം, അങ്ങനെ എന്തെങ്കിലും ഒരു ഫീൽ ചെയ്തിട്ടുണ്ടോ? സ്റ്റേജിൽ ഞാൻ ഏകദേശം അല്ലേ സിംഗിനൊക്കെ തന്നെയാണ്, ഈ ഒരു ടോണും ഒക്കെ തന്നെയാണ്. പിന്നെ എന്താ വെച്ചാല് നമ്മുടെ സ്വരത്തിന് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല, ആ സ്റ്റൈലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ശരിക്കും സ്റ്റൈല് ശരിക്കും സന്ധ്യാവും തന്നെ ഭിക്ഷക്കാരന്റെ സ്റ്റൈലാണ് അറിയാവുന്നത്.